കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോൾ നാടിന്റെയും നാട്ടുകാരുടെയും ദാഹവും നോവും അകറ്റുന്ന തെളിനീരുറവകളെപ്പറ്റി നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ കൊല്ലം പെരിനാടിനുമുണ്ട് ഏതു കൊടുംവേനലിലും വറ്റാതെ മാധുര്യമേറിയ തെളിനീര് നൽകുന്ന ഒരു കാട്ടുറവ. കൊല്ലത്ത് നിന്നും പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടെങ്ങും ശുദ്ധജല ടാപ്പുകൾ മുളച്ചു പൊങ്ങുന്നതിന് മുൻപ് തണ്ണീരൂട്ടിയിരുന്ന തെളിനീരുറവകളുടെ കഥകൾ ഒരുപാട് പറയാനുണ്ടാകും മലയാളികൾക്ക്. നാവ് വരളുന്ന കാലത്തെല്ലാം ഉറവ പറ്റാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മകൾ പോലെ ദാഹമകറ്റിയ ചെറുവെള്ളപ്പാത്തികൾ. നാടെങ്ങും ശുദ്ധജല സംവിധാനങ്ങൾ എത്തിയെന്ന് നാം മേനി നടിക്കുന്ന ഇക്കാലത്തും തെളിനീരുറവകൾ മാത്രം ആശ്രയമാക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്തരമൊരു കഥയാണ് കൊല്ലം പെരിനാട്ടെ കുഴിയംവടക്ക് മാമ്പുഴക്കടവുകാർക്കും പറയാനുള്ളത്. എല്ലായിടത്തും ശുദ്ധജല പൈപ്പ് കണക്ഷനുകൾ എത്താത്ത നാടാണിത്. അവിടെ ഇന്നും ഏകാശ്രയമായി ഒരു തെളിനീരുറവ ഒരു വേനലിലും വറ്റാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കൊടുംവേനലിൽ കുടിവെള്ളത്തിനായി അലയുന്നവർക്ക്, ശരീരമൊന്ന് തണുപ്പിക്കാൻ കൊതിക്കുന്നവർക്ക് ഒരു ചെറിയ കുന്നിൻ്റെ പാറക്കെട്ടുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന തൂമ്പെന്ന് വിളിപ്പേരുള്ള ഈ ചെറുനീരുറവ ഒരാശ്രയമാണ്. കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും നൂറുകണക്കിന് വീട്ടുകാർക്ക് ആവശ്യത്തിന് ജലമത്രയും തൂമ്പ് നൽകുന്നു. ഇതെൻ്റെ ഓർമ്മ ആ കാലത്തിന് മുമ്പേ ഉള്ളതാണ്. ഇത് കുടിക്കാൻ, കുളിക്കാൻ, നനയ്ക്കാൻ എല്ലാത്തിനും കഴിയും. വീട്ടുകളിൽ എടുത്തുകൊണ്ട് പോകും. വികസനത്തിന്റെ പേരിൽ പൊതുപണം മുടിപ്പിക്കുന്നതിന്റെ കഥയും നാട്ടുകാർക്ക് പറയാനുണ്ട്. അല്ല, ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ സംരക്ഷണമായിട്ടൊന്നുമില്ല. ആകെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 2 ടാങ്ക് നിർമ്മിക്കുകയുണ്ടായി. 1,51,100 രൂപ നൽകി ഇതുപോലെ ടാങ്ക് നിർമ്മിക്കുകയുണ്ടായി. പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ നാടിനോ അല്ല ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്തതാണ്. ഇതിൽ ഈ അഴുക്ക ജലം, മലിനജലമാണ് ഇപ്പോൾ ഈ ടാങ്കിൽ കെട്ടിക്കിടക്കുന്നത്. അതിൽ നിന്നുമാണ് മാറ്റിയാണ് ഈ പൈപ്പിട്ട് നമ്മളിവിടെ വെള്ളം കുടിക്കാനും കുളിക്കാനും മറ്റു അലക്ക കാര്യത്തിലും എടുക്കുന്നത്. ഇവിടെ ഒരുപാട് അമ്മമാരും സഹോദരങ്ങളെല്ലാം ഒരുപാട് ഇവിടെ വന്നിട്ട് കുളിക്കുകയും വെള്ളം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഏറ്റൊരു കുടിവെള്ള സ്രോതസ്സാണ് ഇത്. ഇവിടെ പൈപ്പിൽ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കലങ്ങിയ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് നമുക്ക് തരുന്ന വെള്ളം വളരെ കലങ്ങിയ വെള്ളമാണ്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനാസ്ഥാനാണ് ഇവിടെ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പഞ്ചായത്തിൽ പൈപ്പിൽ വെള്ളം വരും, ചിലപ്പോൾ അതുമില്ല. ഒരവസ്ഥയാണ്. ഉള്ള വെള്ളം കുടിക്കാനും കൊള്ളില്ല. പിന്നെ ഈ വെള്ളമാണ് ഇവിടെ നിന്നാണ് നമ്മളെല്ലാവരും കൊണ്ട് കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഒഴുകിയിറങ്ങുന്ന വെള്ളമത്രയും ഉപയോഗിച്ച് തീർക്കാൻ ഇവിടത്തുകാർക്ക് ആകുന്നുമില്ല. മീറ്ററുകൾക്കപ്പുറം അഷ്ടമുടിക്കായലിലേക്ക് പോയി അവസാനിക്കുന്ന വെള്ളപ്പാത്തി മറ്റു നാട്ടുകാർക്കും ഉപയോഗപ്രദമാകണമെന്നും ഇവിടുത്തുകാർക്ക് ആഗ്രഹമുണ്ട്. അവസാനമില്ലാതെ ഒഴുകുന്ന തെളിനീരാണ്. കടുത്ത വേനലിൽ തൊണ്ട പൊട്ടുന്ന മക്കൾക്ക് പ്രകൃതി നൽകിയ വരദാനമെന്നൊക്കെ കാൽപ്പനികമായി പറയാം. പക്ഷേ ബാക്കിയാകുന്ന ചോദ്യം ഇവയുടെ സംരക്ഷണത്തിനായി അധികാരികൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നും ഹരിക്കും മനോജിനുമൊപ്പം പ്രജിത് മോഹനൻ, ജനം.